വിശ്വസിച്ച് ഏതൊരു കാര്യത്തിന് മുന്നിട്ടിറങ്ങിയാലും ഗതി അധോഗതിയായിരിക്കുമെന്നുള്ള ഏറ്റവും ഒടുവിലത്തെ ഉദാഹരണം കൂടിയാണ് ഇറാൻ പഠിച്ചിരിക്കുന്നത്. ആദ്യം പാകിസ്ഥാനെങ്കിൽ ഇപ്പോൾ ഇറാൻ. അതും ഒരൊറ്റ വർഷത്തിനുള്ളിൽ സംഭവിച്ചിരിക്കുന്ന കളിപ്പാട്ടം കണക്ക് പടക്കം ചീറ്റിപ്പോകുന്നത് പോലെ വമ്പൻ വില കൊടുത്തു വാങ്ങിയ കോടാനുകോടികളുടെ പ്രതിരോധ ഉപകരണങ്ങൾ ഉപയോഗപ്രദമല്ലാതിരിക്കുന്ന ആ ഒരവസ്ഥ തന്നെയാണ്. ഇതിനേറെ പറയുന്നു, പരമോന്നത നേതാവിൻ്റെ മരണത്തിന് പോലും കാരണക്കാരായി മാറിയിരിക്കുന്നത് ഈ പരാജയം തന്നെയാണ് എന്നത് ഇന്ന് മനസ്സിലാക്കുന്നു. പാകിസ്ഥാന് പിറകെ ഇപ്പോൾ ഇറാനിലും തകർന്നു വീണിരിക്കുകയാണ് ചൈനയുടെ വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ. കടൽ കടന്നെത്തിയ ചാരക്കണ്ണുകൾ ഉപയോഗിച്ചുകൊണ്ട് അവരുടെ പരമോന്നത നേതാവിനെ ടാർഗറ്റ് ചെയ്ത്, എന്തിനേറെ പറയുന്നു, ഇറാനിലെ ഓരോ ചലനവും ഇസ്രയേൽ ചാരക്കണ്ണുകൾ ഒപ്പിയെടുത്ത കാര്യങ്ങൾ നേരത്തെ തന്നെ മനസ്സിലാക്കി അവരുടെ വർഷങ്ങളായിട്ടുള്ള ഒരു കാത്തിരിപ്പ് തന്നെയായിരുന്നു ഈ ആക്രമണമെന്നുള്ള കൂടുതൽ വിവരങ്ങൾ തന്നെയാണ് ഈ ഘട്ടത്തിൽ പുറത്തു വന്നിരിക്കുന്നത്. ചൈനീസ് നിർമ്മിത ആയുധങ്ങളുടെ വിശ്വാസ്യത തന്നെയാണ് ഈ ഘട്ടത്തിൽ ലോകത്തിന് മുന്നിൽ ചോദ്യമായി അവശേഷിക്കുന്നത്. ഇങ്ങനെയെങ്കിൽ എന്തിനു വേണ്ടിയാണ് ഈ രാജ്യങ്ങളെ കബളിപ്പിക്കുന്നത് ചൈന എന്നാണ് പലരും ചോദിക്കുന്നത്. ലോകത്തിലേക്കും തന്നെ ഏറ്റവും മികച്ച വ്യോമ പ്രതിരോധ സംവിധാനമെന്ന് ചൈന തന്നെ കൊട്ടിഘോഷിച്ച ഒരു സംവിധാനമാണ് അവരുടെ HQ-9B എന്ന് പറയുന്ന വ്യോമ പ്രതിരോധ സംവിധാനം. അത് പിന്നെയും പരാജയപ്പെട്ടിരിക്കുന്നു. ചരിത്രം ആവർത്തിക്കുന്നു. ഒരു വർഷത്തിനിടയിൽ 2 യുദ്ധങ്ങളിൽ ചൈനീസ് പ്രതിരോധ കവചം തകർന്ന് തരിപ്പണമായതും ആ രാജ്യത്തെ കുട്ടിച്ചോറാക്കിയതും ഏവരും കണ്ടു. അതിലൊന്ന് കഴിഞ്ഞ വർഷം ഭാരതം പാകിസ്ഥാന് നേർക്ക് നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ. അന്ന് ആ ആക്രമണത്തിന് മുന്നിൽ പാകിസ്ഥാൻ വിറങ്ങലിച്ചതിന് കാരണവും ഒരുപക്ഷെ ചൈന നൽകിയ ഈ ഉപകരണം തന്നെയാണ്. വ്യോമ പ്രതിരോധ സംവിധാനങ്ങളൊക്കെ തന്നെ പാളിപ്പോയ ഘട്ടത്തിൽ പാകിസ്ഥാന് മറ്റു മാർഗമില്ല. നേരിട്ടുള്ള ആക്രമണങ്ങളെ തടുക്കാനുള്ള ശേഷിയില്ല. ഏറ്റവും ഒടുവിൽ തകർന്നടിഞ്ഞ ഇതേ സംവിധാനം ഇപ്പോൾ ഇറാനിലും അമേരിക്കൻ ഇസ്രായേൽ മിസൈലുകൾക്ക് മുന്നിൽ അടിപതറിയിരിക്കുന്നു, നിഷ്പ്രഭമായിരിക്കുന്നു. ഫെബ്രുവരി 28 നടന്ന ആക്രമണത്തിൽ ഇറാന്റെ ആകാശം കാക്കുന്നതിൽ ചൈനീസ് സംവിധാനം അമ്പെ പരാജയപ്പെട്ടു എന്നാണ് ലോകം വിലയിരുത്തുന്നത്. ഇറാന്റെ പരമോന്നത നേതാവ് ആയത്തുള്ള അലി ഖമനേയിയുടെ ജീവൻ പോലും സംരക്ഷിക്കാൻ കഴിഞ്ഞില്ല ഈ കളിപ്പാട്ടത്തിനെന്നാണ് പ്രതിരോധ രംഗത്തെ വിദഗ്ധർ വിമർശനം ഉന്നയിക്കുന്നത്. ഇന്ത്യ ഉപയോഗിക്കുന്ന റഷ്യയുടെ S-300, S-400 എന്നീ മിസൈൽ സംവിധാനങ്ങൾ അമേരിക്കയുടെ പാട്രിയറ്റ് മിസൈൽ സംവിധാനങ്ങളോടൊക്കെ തന്നെ കിടപിടിക്കും എന്ന് അവകാശപ്പെടുന്ന ചൈന വിപണിയിലിറക്കിയ ഒന്ന് തന്നെയായിരുന്നു HQ-9B എന്ന് പറയുന്നത്. 260 കിലോമീറ്റർ പരിധിയിലുള്ള 100 ലക്ഷ്യങ്ങളെ ഒരേ സമയം നിരീക്ഷിക്കാൻ കഴിയുമെന്നാണ് ബീജിംഗ് അവകാശവാദം ഉന്നയിച്ചത്. ശരിയായിരിക്കും, നിരീക്ഷിച്ചു, പക്ഷേ അതിനെ പരാജയപ്പെടുത്താൻ കഴിഞ്ഞിരുന്നില്ല. 2025 മെയ്യിൽ കശ്മീരിലെ പഹൽഗാം ഭീകരാക്രമണത്തിന് മറുപടിയായി ഭാരതം നടത്തിയ ഓപ്പറേഷൻ സിന്ദൂർ സമയത്ത് പാകിസ്ഥാൻ വിന്യസിച്ച HQ-9B യൂണിറ്റുകളെ ഇന്ത്യൻ സൈന്യം നിഷ്പ്രയാസം തകർത്തിരുന്നു. അന്ന് കറാച്ചിയിലെ പാക് പ്രതിരോധ നിര ചീട്ട് കൊട്ടാരം പോലെ തന്നെ തകർന്നു വീണു. ചൈനയെ സംബന്ധിച്ച് വലിയ നാണക്കേടും. ഇതിനു പുറകെയാണ് ഇപ്പോൾ ഇറാനിലും ഈ സംവിധാനം പരാജയപ്പെടുന്നത്. ഇറാന്റെ ആണവ കേന്ദ്രങ്ങളായിട്ടുള്ള നതാൻസ്, ഫോർത്തോ എന്നിവയ്ക്ക് കാവലായി വിന്യസിച്ച ഈ ചൈനീസ് പ്രതിരോധ നിരയെ തന്നെ തകർത്തുകൊണ്ടാണ്, റഡാറുകളെ ഭേദിച്ചുകൊണ്ടാണ് ഇസ്രയേലും അമേരിക്കയും ജെറ്റുകൾ പറന്നെത്തി ബോംബ് വർഷിച്ചത്. ഇറാന്റെ 31 പ്രവിശ്യകളിൽ 20 ഇടത്തും ബോംബുകൾ വർഷിച്ചപ്പോൾ ചൈനീസ് റഡാറുകൾക്ക് അതിനെ കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല. ചൈനീസ് ആയുധങ്ങൾ ഉപയോഗിക്കുന്ന വെനസ്വലയും പാകിസ്ഥാനിലുമൊക്കെ സമാനമായ പരാജയങ്ങൾ നേരിട്ടിട്ടുണ്ട് എന്ന റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. ആഗോള ആയുധ വിപണിയിൽ ചൈനയുടെ കപട അവകാശവാദങ്ങൾ പൊളിയുന്നതോടെ ഈ രാഷ്ട്രീയത്തിന് വലിയൊരു സാമ്പത്തിക തിരിച്ചടി എന്ന രീതിയിൽ തന്നെയാണ് ഇപ്പോൾ ഇന്ത്യ, തൊട്ടു പിന്നാലെ ഇസ്രയേൽ, അമേരിക്ക എന്നിവർ രംഗത്തെത്തിയിരിക്കുന്നത്. ചൈനീസ് ആയുധങ്ങളെ വിശ്വസിച്ച് സ്വന്തം സുരക്ഷ തന്നെ പണയപ്പെടുത്തി ഇറാനും പാകിസ്ഥാനും ഒരുപോലെ തന്നെ പതറുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണാൻ കഴിയുന്നത്. ഈ സാഹചര്യത്തിൽ ചൈനയാകട്ടെ പശ്ചിമേഷ്യയിൽ ആളിപ്പടരുന്ന ഈ യുദ്ധ സാഹചര്യത്തിൽ അമേരിക്കയെയും ഇസ്രയേലിനെയും തന്നെയാണ് അതിരൂക്ഷമായി വിമർശിച്ചിരിക്കുന്നത്. മേഖലയിൽ സമാധാനം പുനഃസ്ഥാപിക്കാനുള്ള നയതന്ത്ര ശ്രമങ്ങൾ ശരിയായ ദിശയിൽ മുന്നോട്ട് പോകുമ്പോഴാണ് അമേരിക്കയും ഇസ്രയേലും ചേർന്ന് നടത്തിയ ആക്രമണങ്ങളിലൂടെ ആ നീക്കങ്ങൾ മനഃപൂർവ്വമായി തകർത്തെറിഞ്ഞതെന്നാണ് ചൈനീസ് വിദേശകാര്യമന്ത്രി വാങ് യി ആരോപിച്ചത്. ഒമാൻ, ഇറാൻ, ഫ്രാൻസ് എന്നീ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരുമായി നടത്തിയ ചർച്ചകൾക്ക് ശേഷമാണ് അദ്ദേഹം ഈ നിഗമനത്തിലേക്ക് എത്തിയത്. തിരിച്ചുപിടിക്കാൻ കഴിയാത്ത വിധം ഒരു വലിയ യുദ്ധത്തിലേക്ക് പശ്ചിമേഷ്യ അമേരിക്ക തള്ളിവിട്ടു. ചൈനയുടെ സാമ്പത്തിക ഭദ്രതയെയും ഊർജ്ജ സുരക്ഷയെയും സംബന്ധിച്ചിടത്തോളം ഈ സംഘർഷം ഏറെ നിർണായകമാണ്. ചൈന ഇറക്കുമതി ചെയ്യുന്ന എണ്ണയുടെ 70% പശ്ചിമേഷ്യയിൽ നിന്നാണ് വരുന്നത്. അതിൽ പകുതിയോളം വരുന്നത് ഇപ്പോൾ ഇറാൻ അടച്ചുപൂട്ടിയ തന്ത്രപ്രധാനമായ ഹോർമുസ് കടലിടുക്കിലൂടെയും. ഇറാനെ തങ്ങളുടെ ഉറ്റ സുഹൃത്തായി പ്രഖ്യാപിച്ച ചൈന സ്വന്തം ഭൂപ്രദേശവും താൽപ്പര്യങ്ങളും സംരക്ഷിക്കാനുള്ള ഇറാന്റെ അവകാശത്തെ പൂർണ്ണമായും പിന്തുണയ്ക്കുന്നുണ്ട്.
എന്നാൽ ഇറാൻ സൈനികമായി തിരിച്ചടി നൽകുന്നതിനെ ചൈന പ്രോത്സാഹിപ്പിച്ചിട്ടില്ല എന്നുള്ളതും ശ്രദ്ധേയമാണ്. ഇറാനെ സാമ്പത്തികമായി പിന്തുണയ്ക്കുന്ന പ്രധാന ശക്തികളിലൊന്നാണെങ്കിൽ പോലും തങ്ങളുടെ സഹായം രാഷ്ട്രീയവും ധാർമ്മികവുമായ പിന്തുണയിൽ മാത്രമായി പരിമിതപ്പെടുത്തിയിരിക്കുകയാണെന്ന് ചൈനയും വ്യക്തമാക്കി. ഇറാനിലേക്ക് ചൈന ആയുധങ്ങൾ വിതരണം ചെയ്യുന്നുവെന്ന റിപ്പോർട്ടുകളെ വിദേശകാര്യ മന്ത്രാലയം ഔദ്യോഗികമായി തന്നെ നിഷേധിച്ചു കഴിഞ്ഞു. മേഖലയിൽ ഉടൻ തന്നെ വെടിനിർത്തൽ പ്രഖ്യാപിക്കണമെന്നും ഇരു വിഭാഗങ്ങളും ചർച്ചാമേശയിലേക്ക് മടങ്ങണമെന്നുമാണ് ചൈന ഇപ്പോൾ ആവശ്യപ്പെട്ടിരിക്കുന്നത്. അല്ലാത്തപക്ഷം ഈ യുദ്ധം ലോകത്തെ തന്നെ വലിയൊരു സാമ്പത്തിക തകർച്ചയിലേക്ക് നയിക്കുമെന്ന കടുത്ത മുന്നറിയിപ്പ് കൂടിയാണ് ബീജിംഗ് കൊടുക്കുന്നത്.